ഇല്ല, നിനക്കെന്നല്ല ആർക്കും കഴിയില്ല. കാരണം അയാളുടെ മനസ്സ് വായിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. അനിയത്തിമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താതെ ഒരു പെൺകുട്ടിയെ അയാൾ മാറ്റി നിർത്തിയിട്ടുണ്ടാവും. ആരെയെന്നറിയാവോ? നിന്നെ. എന്റെ പാറു, ഇവര് നിന്നെ ചൂടാക്കാൻ പറയുന്നതല്ലേ? നീ ദേഷ്യപ്പെടുന്നതും പിണങ്ങുന്നതും കാണാൻ ആയിഷയ്ക്കും ജെനിഫറിനും വലിയ ഇഷ്ടമാ. അയാൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചതാണെങ്കിലോ നീ തിരിച്ചു വിളിക്കും. പാറു മനഃപൂർവ്വം ഫോൺ എടുക്കാതിരിക്കുന്ന തന്നെയാ. കോള് കാണാതിരുന്നാണെങ്കിൽ തിരിച്ചു വിളിക്കേണ്ട സമയം കഴിഞ്ഞു. പാറു, ഹലോ പാറു. പ്രിയൻചേട്ടാ, ഫോൺ ജെനിഫറിന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ടാ പ്രിയൻചേട്ടൻ വിളിച്ചപ്പോ ഫോൺ എടുക്കാൻ കഴിയാതിരുന്നത്. എന്തിനാ വിളിച്ചത്? ചെറിയൊരു കുറ്റബോധം. ഒരു സോറി പറഞ്ഞില്ലെങ്കിൽ കിടന്നുറങ്ങാൻ കഴിയില്ല, അതുകൊണ്ടാ വിളിച്ചത്. കുറ്റബോധോ? എന്തിന്? രേവതിയുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ നിർബന്ധം കാരണമല്ലേ ഗാർമെന്റ്സിൽ നിന്ന് ആരും അവളുടെ കല്യാണത്തിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചത്. അതില് നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? പ്രിയൻചേട്ടനോട് ദേഷ്യോ? രേഖ കാരണം രേവതിയുടെ കല്യാണം മുടങ്ങുന്ന അവസ്ഥ വന്നതല്ലേ? എന്നിട്ടും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ അവളുടെ കല്യാണം നടക്കാൻ പോകുന്നു. ആര് കാരണാ? പ്രിയൻചേട്ടൻ കാരണല്ലേ? അതിന്റെ നന്ദി അവൾക്ക് മാത്രല്ല, ഗാർമെന്റ്സിലുള്ള എല്ലാവർക്കും ഉണ്ട് പ്രിയൻചേട്ടനോട്. ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. പാറു എന്നോട് പിണങ്ങിയിട്ടുണ്ടാവുന്നോർത്ത് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ ഇത്രയും സമയം. നീ ഫോൺ എടുക്കാതിരുന്നപ്പോ നിനക്ക് എന്നോട് പിണക്കം തന്നെയാണെന്ന് ഞാൻ ഉറപ്പിക്കുകയും ചെയ്തു. ആർക്കും പ്രിയൻചേട്ടനോട് ഒരു പിണക്കവും ഇല്ല. പ്രിയൻചേട്ടൻ ഒരിക്കലും തെറ്റായ ഒരു തീരുമാനം എടുക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. നമ്മളാരും പോയില്ലെങ്കിലും രേവതിയുടെ കല്യാണം ഭംഗിയായിട്ട് നടക്കും. പക്ഷേ നമ്മളാരും ജോലിക്ക് ചെന്നില്ലെങ്കില് കമ്പനിക്ക് വലിയ നഷ്ടം വരും. നമുക്ക് എല്ലാവർക്കും അന്നം തരുന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്നത് പ്രിയൻചേട്ടന്റെ നല്ല തീരുമാനാ. അപ്പോ പാറുന് എന്നോട് ഒരു പിണക്കവും ഇല്ലല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? നേരം കുറെ ആയില്ലേ? നാളെ അവിടെ വെച്ച് കാണാം. ഗുഡ് നൈറ്റ്. അവൾ എന്തൊക്കെയാ പറഞ്ഞത്? അവൾക്ക് എന്നോട് നന്ദിയുണ്ട്. ഞാൻ ശരിയായ തീരുമാനം മാത്രമേ എടുക്കൂ. അത് 100% സത്യമോ പാറു? ഞാനെടുത്ത ഏറ്റവും ശരിയായ തീരുമാനം എന്താണെന്നറിയോ പാറുവിന്? നിന്നെ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചത്.